ഇനി നമ്മൾ നോക്കുന്നത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ കുറിച്ചാണ്. വൺ ബെൽറ്റ് വൺ റോഡ് എന്നും അറിയപ്പെടുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് 2013 ചൈന ആരംഭിച്ച ഒരു ബൃഹത്തായ അടിസ്ഥാന സൗകര്യ സാമ്പത്തിക വികസന പദ്ധതിയാണ്. റോഡുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുന്നതിലൂടെ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവ തമ്മിലുള്ള ബന്ധവും സഹകരണവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ചൈനയുടെ ബഹുമുഖ പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഏഷ്യയുടെ മധ്യ പൗരസ്ത്യ ദേശങ്ങളിലൂടെ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും നീങ്ങുന്ന 6000-ലധികം കിലോമീറ്റർ നീളമുള്ള ചൈനയുടെ ഈ പദ്ധതി 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള വികസന സംരംഭമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഏഷ്യയിൽ ആധിപത്യവും ആഗോള രംഗത്ത് ശക്തമായ സാന്നിധ്യവുമാണ് ഈ പദ്ധതിയിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് 2 പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റും മാരിടൈം സിൽക്ക് റോഡും. ഇവ രണ്ടുമാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിലെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ് എന്നത് ചൈനയെ മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവയുമായി ബന്ധിപ്പിച്ചിരുന്ന പുരാതന സിൽക്ക് റോഡ് വ്യാപാര പാതകളെ പുനർജീവിപ്പിക്കാനും വിപുലീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള കര കണക്റ്റീവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ്. പ്രദേശങ്ങളിലുടനീളം ചരക്കുകളുടെയും സേവനങ്ങളുടെയും ജനങ്ങളുടെയും സഞ്ചാരം സുഗമമാക്കുന്നതിന് റെയിൽവേ, ഹൈവേ, പൈപ്പ് ലൈനുകൾ, സാമ്പത്തിക ഇടനാഴികൾ എന്നിവയുടെ നിർമ്മാണമാണ് സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ് എന്ന് പറയുന്നത്. സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ് എന്ന് പറയുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന സിൽക്ക് റോഡ് വ്യാപാര പാതയെ പുനർജീവിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് പ്രദേശങ്ങളിലുടനീളം ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് സുഗമമാക്കുന്നതിന് റെയിൽവേകളും ഹൈവേകളും പൈപ്പ് ലൈനുകളും സാമ്പത്തിക ഇടനാഴികളൊക്കെ നിർമ്മിക്കുന്ന പദ്ധതിയാണ് സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ്. അതേസമയത്ത് മാരിടൈം സിൽക്ക് റോഡ് എന്ന് പറയുന്നത് സമുദ്ര സഹകരണത്തിനും കണക്ടിവിറ്റിക്കും ഊന്നൽ നൽകുന്നതാണ് മാരിടൈം സിൽക്ക് റോഡ്. രാജ്യങ്ങൾ തമ്മിലുള്ള തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള സമുദ്രപാതകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതാണ് മാരിടൈം സിൽക്ക് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സമുദ്ര സഹകരണത്തിനും കണക്ടിവിറ്റിക്കുമാണ് ഊന്നൽ നൽകുന്നത്. ഇതിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള തുറമുഖങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. അതിനാവശ്യമായ വലിയ അടിസ്ഥാന സൗകര്യങ്ങളാണ്. തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാവശ്യമായ സമുദ്രപാതയുടെ അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ് മാരിടൈം സിൽക്ക് റോഡിലൂടെ നിർമ്മിക്കുന്നത്. ഇനി എന്താണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ലക്ഷ്യങ്ങൾ? ചൈന പറയുന്ന ലക്ഷ്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. വ്യാപാരം, നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ സുഗമമാക്കുന്നതിലൂടെ സാമ്പത്തിക വികസനവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് ചൈന കണക്കാക്കുന്നത്. മറ്റൊന്ന്, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലൂടെ ഗതാഗത ചെലവ് കുറയ്ക്കാനും പ്രാദേശികവും ആഗോളവുമായ വ്യാപാര പ്രവാഹങ്ങൾ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കാനും ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നുണ്ട്. മാത്രവുമല്ല, ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ ദാരിദ്ര്യം കുറയ്ക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും വരുമാനം കൂട്ടാനും സാധിക്കുമെന്നാണ് ചൈന പറയുന്നത്. ഏതായാലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ശക്തിയായി മാറാനാണ് ഇതിലൂടെ ചൈന പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്.